മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനം ശരിക്കും വെട്ടിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. ജനുവരി 22 ചടങ്ങിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ, സോണിയാഗാന്ധി, കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് എന്നിവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണം സ്വീകരിച്ച ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. ചടങ്ങിലേക്ക് പോയാലും പോയില്ലെങ്കിലും രാഷ്ട്രീയമായി ഏറെ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ കക്ഷികളെ കെണിയിൽ വീഴ്ത്താനുള്ള കുരുക്കായും ഉദ്ഘാടന ചടങ്ങിനെ BJP മറ്റും ഉപയോഗിക്കാനും ഇടയുള്ളതിനാൽ കരുതലോടെയാണ് കോൺഗ്രസ് നീക്കങ്ങൾ. ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിട്ടും പോയില്ലെങ്കിൽ ഹിന്ദുക്കളെയും ഹിന്ദുമതത്തെ എതിർക്കുന്ന ഹിന്ദുവിരുദ്ധ പാർട്ടി എന്ന് മുദ്രകുത്താൻ വഴിയൊരുക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ആശങ്ക. ഇനി ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന ചടങ്ങിന് പോയാൽ അത് BJP ആയുധമാക്കും. ചടങ്ങിന് പോയാൽ BJPയുടെ കെണിയിൽ വീണെന്ന് മറ്റ് കക്ഷികളും BJPയും പ്രചരിപ്പിക്കുമെന്നാണ് ആശങ്ക. പോകാത്തവരെയും ഹിന്ദുവിരുദ്ധരായി ചിത്രീകരിക്കും. അതിനാൽ തന്ത്രപരമായ നിലപാടെടുക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. മതപരമായ ചടങ്ങ് BJP രാഷ്ട്രീയവൽക്കരിക്കുന്നു. BJPയുടെ ഒരു കെണിയിലും വീഴില്ല, കോൺഗ്രസിന് അഭിപ്രായമുണ്ട്, അത് പറയാൻ പാർട്ടിക്ക് തിരക്കില്ല എന്നൊക്കെ KC വേണുഗോപാൽ പറയുന്നുണ്ട്. ക്ഷണം ലഭിച്ച കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ശശി തരൂർ പറയുന്നത്. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് CPMഉം ശിവസേനയും പറയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ്, JDU, RJD, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ കക്ഷികളും ചടങ്ങ് ബഹിഷ്കരിക്കും എന്നാണ് അറിയുന്നത്. കേരളത്തിലും ഇതേ ചൊല്ലി തർക്കം മുറുകുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണോ വേണ്ടയോ എന്ന പരസ്യമായി ആവശ്യപ്പെടുന്നുണ്ടെന്ന് പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയ ഉപദേശക സമിതി യോഗത്തിൻ്റെ തീരുമാനം. കോൺഗ്രസിന് തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ദേശീയ തലത്തിൽ വിലയിരുത്തേണ്ടി വരും. ഏറെ സെൻസിറ്റീവായ വിഷയത്തിൽ ലീഗ് നേതാക്കളുടെ പരസ്യ അഭിപ്രായ പ്രകടനവും വിലക്കിയിരിക്കുകയാണ്.